ആത്മകഥകൾ വായിക്കണം കേട്ടോ. അത് വല്ലാതെ നമ്മൾ ഇൻസ്പയർ ചെയ്യും. തകർന്നടിഞ്ഞ ജീവിതങ്ങളിൽ നിന്ന് അതിജീവനത്തിൻ്റെ പാഠം പഠിപ്പിക്കുന്ന ഉയർന്നു വരുന്ന കഥ നമ്മളെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്യും. ഒരു പുസ്തകം ഞാനീയിടെ വായിച്ചു, ഹീൽഡ്, ഹൗ ക്യാൻസർ ഗേവ് മീ എ ന്യൂ ലൈഫ്. മനീഷ കൊയ്രാളയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്, അതിജീവനത്തിൻ്റെ പുസ്തകം. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ അണ്ഡാശയ ക്യാൻസർ അവരെ പിടികൂടിയതും മാനസികമായിട്ട് ആകെ തകർന്നടിഞ്ഞതും അതിനെ അതിജീവിച്ചതിന് ശേഷം ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ തന്നെ മാറി മറിഞ്ഞതൊക്കെ ആ പുസ്തകത്തിൽ ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും മനീഷയോടും അതുപോലെ തന്നെ ഒപ്പമുള്ള രോഗികളോടൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന ആത്മവിശ്വാസം പകർന്നു തരുന്ന ഒരു ഡോക്ടറെക്കുറിച്ച് മനീഷ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഡോക്ടർ വിക്കി മക്കാർ. ഒരു ഞായറാഴ്ച തൻ്റെ അരികിലിരിക്കുമ്പോൾ മനീഷ ചോദിച്ചു, മാഡം, എന്തുകൊണ്ടാണ് ഒരു അവധി ദിവസം പോലും ആസ്വദിക്കാതെ ഈ ഒഴിവ് ദിവസങ്ങളിൽ പോലും ക്യാൻസർ ബാധിച്ച ഞങ്ങൾക്കരികിലിരുന്ന് ഞങ്ങളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഞങ്ങളൊക്കെ ഇതിന് നന്ദി പറയേണ്ടത്? ഡോക്ടർ പറഞ്ഞു, ഇത്തരം ചില ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നൊരാൾക്ക് തിരിച്ചറിയാൻ സാധിക്കൂ. എല്ലാ ആർഭാടങ്ങളും, എല്ലാ കാട്ടിക്കൂട്ടലുകളും, എല്ലാ അഹങ്കാരങ്ങളും അത്യാഗ്രഹങ്ങളുമൊക്കെ വെറുതെ ആയിരുന്നു എന്നറിയണമെങ്കിൽ ചിലതെല്ലാം അനുഭവിക്കേണ്ടതുണ്ട്. ഈ അതിജീവനത്തിലൂടെ നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നത് മാത്രമാണ്. എനിക്ക് തരാനുള്ള നന്ദി മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കുക എന്നത് മാത്രമാണ്. മറ്റുള്ളവരോട് ഒരു നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിലപ്പുറം അവർ ചെയ്തതുപോലെ മറ്റാർക്കെങ്കിലും ഒരു നന്മ ചെയ്തു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതുതന്നെയല്ലേ ജീവിതത്തിൻ്റെ പുണ്യം.